بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, +2 ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠമായ അത്തനാസുഅ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അൽ ഇസ്കന്ദർ എന്ന പാഠമാണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ഈ പാഠം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ പാഠത്തിൽ നമ്മൾ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്ന അമൽ ആമിൽ എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം എന്താണ് അമൽ ആമിൽ എന്ന കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാനത് വീണ്ടും വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അറിയാത്ത ആൾക്കാർക്ക്, കഴിഞ്ഞ വീഡിയോ കേൾക്കാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടൊന്ന് പറയാം. ഒരു ഫിയല് അതിന് ശേഷമുള്ള ഫായിലിന് റഫും മഫ്ഊലിന് നസ്ബും ചെയ്യുന്നു. ഫിയല് ശേഷമുള്ള ഫായിലിന് റഫും മഫ്ഊലിന് നസ്ബും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അമല് എന്ന് പറയുന്നത്. അമൽ എന്ന് പറഞ്ഞാൽ ഇറാബ് കൊടുക്കുന്ന ജോലി എന്നർത്ഥം. അപ്പൊ ആമിൽ ആരാണ്? ഈ ജോലി ചെയ്യുന്ന ഫായിലാണ് ആമിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഫിഇല് അതിന് ശേഷമുള്ള ഫായിലിന് റഫും മഫ്ഊലിന് നസ്ബും കൊടുക്കുന്നു. ഈ പണിയെ മാത്രമല്ല, എല്ലാ ഇറാബ് കൊടുക്കുന്ന പണിയെ നമുക്ക് അമൽ എന്ന് പറയാം. ഇവിടെ ഇതാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ആ പണിയെക്കുറിച്ച് നമ്മൾ എന്തെന്ന് പറയുന്നു? അമൽ എന്ന് പറയുന്നു. അത് ചെയ്യുന്ന ആൾ ഇവിടെ ഫായിൽ ആയതുകൊണ്ട് നമ്മൾ ഫായിലിനെ കുറിച്ച് അത് ചെയ്യുന്ന ആൾ ഫിഇലായതുകൊണ്ട് ഫിഇലിനെ കുറിച്ച് നമ്മൾ ആമിൽ എന്ന് പറയുന്നു. അപ്പോൾ അമൽ എന്താണെന്ന് മനസ്സിലായി. അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാബ് ചെയ്യലാണ്. ഫിഇലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആമിൽ. ഫിഇലിന്റെ അമൽ എന്തൊക്കെയാണ്? ഫായിലിന് റഫ് കൊടുക്കുക, മഫ്ഊലിന് നസ്ബ് കൊടുക്കുക, അല്ലേ? ഇനി നോക്കിക്കോ നിങ്ങൾ, താലിബാനി എന്നൊരു മുബ്തദ വന്നു എന്ന് വിചാരിക്കുക. താലിബാനി എന്നതിൽ ഒരു മുബ്തദ വന്നു എന്ന് വിചാരിക്കാം. ഇതൊരു മുബ്തദ ആണല്ലോ. അപ്പോൾ മുബ്തദ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫിഇല് അമൽ ചെയ്യുന്നത് ഇതിനെയാണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണോ? ശേഷമുള്ളതിനെ അമൽ ചെയ്യുള്ളൂ ഫിഇല്, അല്ലേ? അപ്പൊ ഇത് മുബ്തദ എന്ന നിലക്ക് റഫർ ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതിന് ശേഷമുള്ള ഫിഇല് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള, ഇവിടെ അതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ആ ലമീറാണ് ഫായിലായിട്ട് വരുന്നത്. അതിന് റഫ് കൊടുക്കുന്നു, ഇതിന് നസ്ബും കൊടുക്കുന്നു. ഇതിനെങ്ങനെയാ റഫ് കിട്ടിയത്? ഇത് മുബ്തദ ആണ് എന്നതുകൊണ്ടാണ് റഫ് കിട്ടിയത്. അവിടുത്തെ വേറൊരു സംഭവമാണ്. മുബ്തദ ആയതുകൊണ്ടാണ് അവിടെ റഫ് വരുന്നത്. അത് ഈ ഫിഇലിന്റെ അമലുമായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ല. ഓക്കെ അല്ലേ? ഇനി ഇത് നോക്കിയാൽ ഇവിടെ മറർത്തു ബി സെയ്ദിൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ സഞ്ചരിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതില് ഫായിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഫിഇൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഫായിലിൽ റഫ് ചെയ്തിട്ടുണ്ട്. ഈ ലൊമ്മൊന്നും അല്ല റഫ് എന്ന് പറയുന്നത്, പക്ഷെ റഫ് ചെയ്തിട്ടുണ്ട്. ഫിഇലാണല്ലോ ഫായിൽ വരാൻ കാരണം. ഫായിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരാള് ഫായിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫിഇൽ സംഭവിച്ചതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ പിന്നെ ആ ഫിഇൽ ആണ് ഫായിലിനെ അവിടെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഫായിലിൽ അമൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ജാറും മജ്റൂറുമാണ്, അല്ലെങ്കിൽ ഹർഫു ജറും അതിന്റെ ഇസ്മുമാണ്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജറു വരുന്ന ഒരു സംഭവം കൂടെ നമുക്ക് ഈ പാഠത്തിൽ ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ എന്താണ്? അഅ്തൈതു ഫിഇലും ഫായിലും ആണ്. അപ്പം ഈ ഫിഇല് ഒരു ആമിലാണ്. അത് എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ഒരു അമൽ ചെയ്തിട്ടുണ്ട്. സെയ്ദ് എന്നുള്ളതിൽ വേറൊരു അമൽ ചെയ്തിട്ടുണ്ട്, നസ്ബ് കൊടുക്കുക എന്ന അമൽ. റുമാനത്ത് എന്നുള്ളത് അതിന്റെ തന്നെ മറ്റൊരു മഫൂൽ ആയതുകൊണ്ട് അവിടെയും ഒരു അമൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു ടേബിൾ പോലെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഇലുണ്ട്. ഈ ഫിഇലാണ് ഇവിടുത്തെ ആമിൽ എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ ആരുണ്ട്? പിന്നെ ഒരു ഫായിലുണ്ട്. ആ ഫായിലിനുള്ള ഇറാബാണ് എന്ത്? റഫ്. ആരാ കൊടുത്തത്? ഫീൽ കൊടുത്തതാണ്. മഫൂലുണ്ട്. മഫൂലിൽ അമൽ ചെയ്തിരിക്കുന്നു. എന്താ അമല്? നസ്ബ് ചെയ്യുക എന്നതാണ് അമല്, അല്ലെ? നസ്ബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താലിബാൻ എന്നുള്ളത് മുബ്തദ ആണ്, അതിന് റഫാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ഫിഇലാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആമില്. ആ രണ്ടാമത്തെ ആമിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വിബ്തദ എന്നുള്ളത് ഒരു ആമിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ആമിൽ എന്ന് പറയാൻ കാരണം. ജസ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്ക്. ഫിഇലാണ് ഇവിടുത്തെ ആമില്. ആ ഫിഇല് ഒരു ഫായിലിൽ, ഇവിടുത്തെ ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു ഫായിലിൽ റഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മഫൂലിൽ നസ്ബും ചെയ്തിട്ടുണ്ട്. മറർത്തു എന്നുള്ളതിൽ ഫിഇലുണ്ട്, അതിൽ ഫായിലിൽ റഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമുള്ളത് ഒരു ജറിന്റെ ഹർഫും അതിന്റെ ഇസ്മുമാണ്. ആ ജറിന്റെ ഹർഫിൽ ജറും ചെയ്തിട്ടുണ്ട്, അല്ലെ? അഅ്തൈതു ഒരു ഫിഇലും ഫായിലും ആണ്. അപ്പൊ ഫിഇലുണ്ട്, ഫായിലുണ്ട്. ഫിഇലുണ്ട് എന്ന് പറഞ്ഞാൽ ഫായിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ഫിഇൽ എന്ത് ചെയ്യുന്നു? ഫായിലിൽ റഫ് കൊടുക്കുന്നു. പിന്നെ എന്തുണ്ട്? മഫൂലുണ്ട്. ഒന്നാമത്തെ മഫൂല് നസ്ബ് കൊടുക്കുന്നു. വീണ്ടും മഫൂല്, വീണ്ടും നസ്ബ് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? കുറച്ച് സ്പീഡ് പറഞ്ഞു പോയത്. നമ്മൾ ഈ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു തവണ ഇതേപോലെ, അല്ലെങ്കിലും വേറെ രൂപത്തിൽ ഒന്നാമത്തെ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെയ്ത വീഡിയോയിൽ
വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കാത്ത ആൾക്കാർ വേണമെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കേട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തനാസുയിലേക്ക് പ്രവേശിക്കാം. തനാസു എന്ന് പറഞ്ഞാൽ എന്താണ്? يتقدم عاملان فأكثر ويتأخر معمول فأكثر مع كون كل من المتقدم طالبا لذلك المتأخر. ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ സംഭവം ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ ഒരു സെന്റൻസിലേക്ക് നോക്കുക. റആ വഅക്രമ സയ്യിദുൻ അംറൻ അല്ലേ? നോക്കിയേ, റആ കണ്ടു, അക്രമ ബഹുമാനിക്കുകയും ചെയ്തു, സെയ്ദ് അംറിനെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാണുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ടെക്സ്റ്റിലൊന്നും ഇല്ല, വേറൊരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കുറച്ചും കൂടെ നല്ലത് ഇത് തോന്നിയത് കൊണ്ട് ഒരു എക്സാമ്പിൾ എടുത്ത് എഴുതിയതാണ് കേട്ടോ. ടെക്സ്റ്റിൽ ഇതിന്റെ വേറെ രൂപങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആതൂനി ഉഫ്രി അലൈഹി ഖിത്ര എന്നുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിലൊരു അലൈഹി ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ കെട്ടിമറിയും. ആ അലൈഹി ഒന്നും നമ്മുടെ പാഠവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് കുറെ ഇങ്ങനെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ അത് വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം എടുക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്കത് ആവശ്യമില്ല. അലൈഹി നമുക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്നാലും ആ ഉദാഹരണം എങ്ങനെയാണ് ഈ പാഠവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഏതായാലും നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പഠിക്കാം. എന്താണ് നമ്മൾ എക്സാമ്പിൾ? റആ വഅക്രമ സയ്യിദുൻ അംറൻ, സെയ്ദ് അംറിനെ കാണുകയും ആദരിക്കുകയും ചെയ്തു. ഇനി ഇതാണ് ഇതിന്റെ മീനിങ്. പക്ഷെ നമുക്കിവിടെ നമ്മൾ അറബിന്റെ ഗ്രാമർ ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഇതിന് എന്തെങ്കിലും ലോജിക്കൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇപ്പൊ റഅ എന്നൊരു ഫീല് നമ്മൾ എടുത്താൽ ഇതൊരു ഒന്നാമത്തെ ഫീലാണ് അല്ലെ? അക്രമ എന്ന് പറയുന്ന മറ്റൊരു ഫീലും കൂടെ ഇവിടെ ഉണ്ട്. രണ്ട് ഫീലുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. റഅ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫീല്, അക്രമ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫീല്. രണ്ട് ഫീലുകൾ വന്നിരിക്കുന്നു. ഞാൻ ഇഷ്തിഗാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇഷ്തിഗാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിൽ ഇസ്മ എന്ന് വരണം അല്ലെ? ഇഷ്തിഗാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്മ എന്ന് വരണം. അതുപോലെ തനാസു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഫീലുകൾ എന്ന ഒരു സംഭവം നമ്മളെ മനസ്സിലേക്ക് വരണം. ആമിൽ എന്ന് പറഞ്ഞ ഫീലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ തനാസു എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ഫീലുകളാണ്. ഇവിടെ രണ്ട് ഫീലുകളില്ലേ? ഉണ്ട്, അതാണ്. ഇപ്പൊ രണ്ട് ഫീലുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് ഫീലുകൾ. ഇനി നിങ്ങൾ നോക്കുക, രണ്ട് ഫീലുകളുണ്ട്. ഒന്നാമത്തെ ഫീല് റഅയാണ്, രണ്ടാമത്തെ ഫീല് അക്രമൻ. ഈ റഅന്റെ ഫായിൽ ആരാ? കണ്ടു. ആരാ കണ്ടത്? സെയ്ദ്. ആരെയാ കണ്ടത്? അല്ലേ? പിന്നെ ഇപ്പോൾ ഇവിടെ അക്രമ ബാക്കിയില്ലേ? ഈ ഫീലിന്റെ ഫായിലും മഫൂലും ഇത് രണ്ടും ആണെങ്കിൽ അക്രമ എന്നൊരു ഫീല് ബാക്കിയില്ലേ? അതിനൊരു ഫായിൽ വേണ്ടേ, ഒരു മഫൂല് വേണ്ടേ? അത് ആരാണ്? ആരാ കണ്ടത്? ആരാ ആദരിച്ചത്? സെയ്ദ് തന്നെ. ആരെ? അംറിനെ തന്നെ. അപ്പോ എല്ലാം ഇത് തന്നെയാണ്. ഒന്നാമത്തെ ഫിഅലിനും രണ്ടാമത്തെ ഫിഅലിനും ഫായിലായിട്ട് വരുന്നത് സെയ്ദ് തന്നെ, മഫൂലായിട്ട് വരുന്നത് അംറ് തന്നെ. മനസ്സിലായോ? രണ്ട് ഫിഅലുകളുണ്ട്, പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും കൂടെ അമൽ ചെയ്യാൻ ഇവിടെ എന്തേ ഉള്ളൂ? ഫായിലിന്റെ കേസ് എടുത്താൽ ഒരു സെയ്ദേ ഉള്ളൂ, മഫൂലിന്റെ കേസ് എടുത്താൽ ഒരു അംറേ ഉള്ളൂ. ഇത് ഫായിലും മഫൂലും രണ്ടും വരുന്ന ഉദാഹരണമാണ്. താഴത്തെ ഉദാഹരണത്തിൽ ഇത് രണ്ടും വരുന്നില്ല, ഏതെങ്കിലും ഒന്നേ വരുന്നുള്ളൂ. നോക്കൂ, ഇപ്പം ഖാമ ഖഅദ അഖവാക, ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഖാമ ഖഅദ അഖവാക, നിന്നു ഇരുന്നു. ആര്? നിന്റെ രണ്ട് സഹോദരന്മാർ. നമുക്കൊരു മുസന്നന്റെ ഒരു ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ളമീറൊക്കെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നിന്റെ രണ്ട് സഹോദരന്മാർ നിൽക്കുകയും ഇരിക്കുകയും ചെയ്തു. ഒന്നാമത്തെ ഫീല് നിന്നു, ആരാണ്? അഖവാക്ക. രണ്ടാമത്തെ ഫീൽ ഇരുന്നു, ആരാ ചെയ്തത്? അഖവാക്ക. ഈ ഫീലിന്റെ ഫായിലാണ് ഇത് എങ്കിൽ ഈ ഫീലിന്റെ ഫായിൽ എവിടെ? ഇനി രണ്ടാമത്തെ ഖഅദയുടെ ഫായിലാണ് ഇത് എങ്കിൽ ഒന്നാമത്തെ ഖാമയുടെ ഫായിൽ എവിടെ? ഇവർക്ക് രണ്ടാക്കും കൂടെ ഒറ്റ ഫായിലേ ഇവിടെ ഉള്ളൂ എന്നതാണ് നമ്മളെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് തനാസു എന്നൊരു ബാബ് തന്നെ പഠിക്കേണ്ടി വന്നത്. എന്താ പ്രശ്നം? രണ്ട് ഫിഅലുകൾ ഉണ്ട്, രണ്ടാൾക്കും കൂടെ ഒറ്റ ഫായിലേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഫിഅലുകൾ ഉണ്ട്, രണ്ടാൾക്കും കൂടെ ഒറ്റ മഫ്ഊലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒറ്റ ഫായിൽ ഒറ്റ മഫൂലേ ഉള്ളൂ. ഇത് എത്ര എണ്ണം വന്നാലും ശരി, നമുക്ക് ഒരു കാര്യത്തിൽ, ഒരു സാധനത്തിന്റെ കാര്യത്തിൽ തന്നെ ഇവർ തമ്മിൽ തർക്കം വന്നാൽ, ഇപ്പം തർക്കം വരുമല്ലോ, രണ്ടാളും തമ്മിൽ തർക്കം വരൂലേ? എന്തിനാ തർക്കം വരുന്നത്? ഇവൻ പറയും എനിക്ക് വേണം ഇവനെ എന്ന്,
രണ്ടാമത്തവൻ പറയും എനിക്ക് വേണമെന്ന്. തർക്കായില്ലേ? ഈ തർക്കം എന്നാണ് തനാസു എന്നതിന്റെ അർത്ഥം. തമ്മിൽ തല്ല്. എന്തിനാ തമ്മിൽ തല്ല്? ഒരു ഫായിലിന്റെ അവകാശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മഫൂലിന്റെ അവകാശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മജ്റൂറിന്റെ അവകാശത്തിന് വേണ്ടി, എന്തോ ഒരു മഅമൂലിന്റെ അവകാശത്തിന് വേണ്ടി ശേഷം വന്നിരിക്കുന്ന മഅമൂല് ഒന്നാവാം, ഒന്നിലധികം മഅമൂലുകൾ ഉണ്ടാവാം. ആ മഅമൂലിന്റെ ഒന്നിന്റെ കാര്യത്തിൽ തർക്കം വന്നാൽ തന്നെ തനാസുആയി. പിന്നെ ഒന്നിന്റെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും പ്രശ്നവുമില്ല. ഒന്നിന്റെ കാര്യത്തിലേ തർക്കം ഉണ്ടല്ലോ, അപ്പൊ തർക്കം അവിടെ ഉണ്ട്. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. അപ്പൊ ഇതാണ് നമ്മളെ വിഷയം. ഒരു മഅമൂലിന്റെ കാര്യത്തിൽ ആദ്യം വന്നിരിക്കുന്ന രണ്ട് ആമിലുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കം നമ്മൾ പരിഹരിക്കണ്ടേ? എങ്ങനെയെങ്കിലും പരിഹരിക്കണ്ടേ? രണ്ട് കുട്ടികൾക്ക്, ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ വീട്ടില്. ഒരു ഇക്കാക്ക, ഒരു ചെറിയ രണ്ട് മക്കളുണ്ട്. അപ്പം ഒരു ഇക്കാക്കയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അപ്പൊ ഈ രണ്ട് കുട്ടികൾക്കും കൂടെ കളിക്കാൻ ഒരു സൈക്കിളേ ഉള്ളൂ. ഒരു സൈക്കിളിന്റെ കാര്യത്തിൽ ഇവർ രണ്ടാളും കൂടെ തർക്കമായാൽ, തർക്കാവുമല്ലോ സ്വാഭാവികമായിട്ട്. രണ്ടാളും കൂടെ കളിക്കാൻ ഒരു സൈക്കിളുള്ളെങ്കിൽ തർക്കം ഉണ്ടാവുമല്ലോ. നമ്മൾ എന്താ ചെയ്യാ? ഒന്നുകിൽ ഒരുത്തിനെ ഇതിന്റെ ബാഗ് കയറ്റാൻ പറ്റുമോ നോക്കും. അതവർ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സൈക്കിൾ കൊടുത്തിട്ട് മറ്റേ ആൾ തൽക്കാലം നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഊഞ്ഞാൽ കൊണ്ടുപോയി ആട്ടിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ തർക്കം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. തർക്കം പരിഹരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറയാം. അതിന് മുമ്പ് ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ. ഇത് കണ്ടോ? ഇത് സംഭവം എന്താണെന്നറിയോ? ഈ ഒരു സെന്റൻസ് എന്താണെന്നറിയോ? ഈ രണ്ട് സെന്റൻസുകളെ ക്ലബ് ചെയ്തുണ്ടാക്കിയാണ്. നിന്റെ സഹോദരന്മാർ നിന്നു, നിന്റെ സഹോദരന്മാർ ഇരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുമ്പം നിന്റെ സഹോദരന്മാർ നിൽക്കുകയും ഇരിക്കുകയും ചെയ്തു. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അറബിയിൽ അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഓരോ ഫീല് പറയുമ്പോഴും അതിന് ഫായിൽ വേണം, മഫൂൽ വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇവിടെ ഒരു ഫീലിന് ഈ ഫായിലിന് കൊടുത്താൽ രണ്ടാമത്തെ ഫീലിന് ഫായിലില്ല, ഇവന് കൊടുത്താൽ മറ്റവനില്ല. ഇവിടെ ആണെങ്കിൽ അതിനേക്കാളും പ്രശ്നമുണ്ട്. ഒരു ഫീലിന് ഈ ഫായിലിനെയും ഈ മഫൂലിനെയും കൊടുത്താൽ മറ്റേ ആൾക്ക് രണ്ടും ഇല്ല, ഫായിലും ഇല്ല, മഫ്ഊലും ഇല്ല. ഇങ്ങനെ വരുന്ന തർക്കത്തെയാണ് നമ്മൾ തനാസുഅ് എന്ന് പറയുന്നത്. ആ തനാസുഅ് ഇനി എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് പിന്നെ എങ്ങനെയാണ് അതിന്റെ ഇഅ്റാബിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ ആമിലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ രണ്ടെണ്ണം വന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു 4 കൂടെ ഇനിയും നമുക്ക് പറഞ്ഞൂടെ ഫീലുകള്? ആദരിച്ചു, ബഹുമാനിച്ചു, സലാം പറഞ്ഞു, പിന്നെ കസേരയിൽ ഇരുത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോവാം. എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം സെയ്ദു നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായി? ഇതൊക്കെ ചെയ്തത് സെയ്ദാണ്, ഒക്കെ ആരെയാണ് ബാധിച്ചിട്ടുള്ളത്? അംറിനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കുറേ ഫീലുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എത്ര ഫീലുകൾ ആഡ് ചെയ്താലും ഇതിൽ ഏത് ഫീലിനെ എന്ന് പറയുമ്പോൾ ഒന്നാമത് വന്ന ഫീലിനെ അല്ലെങ്കിൽ അവസാനം വന്ന ഫീലിനെ, ഏത് ഫീലിനെ വേണമെങ്കിലും നമുക്ക് എന്താക്കി എടുക്കാം? ഇവരുടെ അവകാശിയായിട്ട് എടുക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ആർക്ക് കൊടുക്കുന്നോ അതിനെയാണ് നമ്മൾ ഇഅ്മാൽ എന്ന് പറയുന്നത്. ഇഅ്മാൽ, അമൽ ചെയ്യിപ്പിക്കൽ. ആരെയാ നമ്മൾ അമൽ ചെയ്യിപ്പിക്കുന്നത്? ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തത് വേറെന്തോ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തതിനെ അല്ലെങ്കിൽ അവസാനം വന്ന ആളെ അമൽ ചെയ്യിപ്പിക്കാം. അമൽ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവകാശം ഇവനാണ് എന്ന് പറയാം, രണ്ടാമത് വന്ന ആൾക്കാണെന്ന് പറയാം. മനസ്സിലായോ? തന്നിരിക്കുന്ന മഫൂലിന്റെയും അല്ലെങ്കിൽ ഫായിലിന്റെയും ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അതിന്റെ അവകാശം അവസാനം വന്ന ഫേലിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇഅ്മാലു സാനി എന്ന് പറയും. ഇവിടെ സാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനം വന്ന ആള് എന്നാണ്. കുറെ ആളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അവസാനം വന്ന ആളെയാണ് നമ്മൾ സാനിയായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പൊ രണ്ടാളായതുകൊണ്ട് നമ്മൾ സാനി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തതിനാണ് ഇതിന്റെ രണ്ടിന്റെയും അവകാശം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിനെ ഇഅ്മാലുൽ ഔവൽ എന്ന് പറയും. ഒന്നാമത്തതിനെ നമ്മൾ അമൽ ചെയ്യിപ്പിച്ചു. ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും അവകാശം ഒന്നാമത്തവന് കൊടുത്തു. രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മഅമൂലുകളുടെ, ഈ സാധനങ്ങളൊക്കെ മഅമൂലാണെന്ന് അറിയാം. മഅമൂൽ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ മഅമൂൽ എന്ന് പറഞ്ഞാൽ? ഫീലിന്റെ ഫാഇൽ ഒരു മഅമൂലാണ്, മഫ്ഊൽ ഒരു മഅമൂലാണ്, അല്ലെ? മജ്റൂറായിട്ട് വരുന്ന വാക്കുണ്ടെങ്കിൽ അത് മഅമൂലാണ്. എന്തുകൊണ്ട്? ഇതിലൊക്കെ അമൽ എന്നൊരു സംഭവം സംഭവിക്കുന്നുണ്ടല്ലോ. ആരോ ഒരു ആമില് എന്തിലാണ് അമൽ ചെയ്തിരിക്കുന്നത്? ഫായിലിലാണ്, അല്ലെ മഫ്ഊലിലാണ്, മജ്റൂറിലാണ്, ഇതിലാണ് അമൽ ചെയ്യുന്നത്. അപ്പോൾ അമൽ എന്നൊരു സംഭവം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതിലാണ് അമൽ സംഭവിക്കുന്നത്. ഈ സാധനങ്ങളിൽ, ഈ മഫൂലിൽ അല്ലെങ്കിൽ ഫായിലിൽ, ഇതിലൊക്കെയാണ് അമൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മഅമൂൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മഅമൂലുകളാണ്. ഈ അഖവാക്ക മഅമൂലാണ്. ആരുടെ? ഇവരുടെ രണ്ടാളുടെയും മഅമൂലാണ്, അല്ലെ?
ഈ സെയ്ദുൻ അംറൻ ഈ രണ്ട് വാക്കുകളും മഴമൂലുകളാണ്. ആരുടെ? റഅയുടെ അല്ലെങ്കിൽ അക്രമയുടെ. അപ്പൊ നമ്മൾ ഈ ആർക്കാണ് ഇവരുടെ കൂട്ടത്തിൽ രണ്ടാളുണ്ട് ഇവിടെ അവകാശികളായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരിൽ ആർക്കാണ് നമ്മൾ ഈ മഴമൂലിന്റെ അവകാശം കൊടുക്കുന്നത്? അതെയാണ് നമ്മൾ എഴുമാല് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നാമത്തതിന് ഈ രണ്ട് മഴമൂലിന്റെയും അവകാശം കൊടുത്തു, അല്ലെങ്കിൽ ഈ മഴമൂലിന്റെ അവകാശം കൊടുത്തു. ഏത് മഴമൂലാണോ തർക്ക വിഷയമായ മഴമൂൽ ഏതാണോ അതിന്റെ അവകാശം കൊടുത്തു. രണ്ടാമത്തതിന് അമൽ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തതിന്റെ ഫായിലാണ്, രണ്ടാമത്തതിന്റെ മഫൂലാണ് ഇത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നുമില്ല. നമുക്ക് അതിന്റെ കൃത്യമായിട്ട് അതിനെ എങ്ങനെയാണ് അതിനെ അമൽ ചെയ്യിപ്പിക്കുന്നതിന്റെ നിയമങ്ങൾ എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, ഒന്നാമത്തേതിനെ അമൽ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫിഇലിനാണ് വന്നിട്ടുള്ള മഅമൂലുകളുടെ അവകാശം എന്ന് വെക്കുക. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിൽ കൂഫക്കാരുടെ അഭിപ്രായത്തിൽ ഒന്നാമത്തേതിനെ അമൽ ചെയ്യിപ്പിക്കലാണ് ശരി. നമുക്ക് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫിഖ്ഹിൽ പല മദ്ഹബുകൾ ഉള്ളതുപോലെ നമുക്ക് എല്ലാ വിഷയത്തിലും ഇപ്പോൾ പല വിഷയങ്ങളിലും നമുക്ക് അങ്ങനെ എന്തുണ്ട്, വ്യത്യസ്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ മദ്ഹബുകളുണ്ട്. അപ്പോൾ നഹ്വിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഷാ ഗ്രാമറിലെ അറബിക് ഗ്രാമറിൻ്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട മദ്ഹബുകളാണുള്ളത്. ഈ മദ്ഹബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഷാഫി ഇമാമിനെ പോലെ ഒരു ഇമാമ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരാളെ ഒന്നും നമ്മൾ നിർണയിച്ചിട്ടില്ല. എന്നാൽ ഒരുപാട് ആളുകൾ അങ്ങനെ പറയാൻ പറ്റിയ ആളുകൾ ഉണ്ട് താനും. ഞാൻ അങ്ങോട്ട് അതിന്റെ ഹിസ്റ്ററി ഒന്നും വല്ലാതെ വിശദീകരിക്കല്ല. രണ്ട് മദ്ഹബുകളാണുള്ളത്. ഒന്ന് കൂഫക്കാരുടെ മദ്ഹബ്, രണ്ടാമത്തത് ബസ്റക്കാരുടെ മദ്ഹബ്. അതായത് ഒരു കാലഘട്ടത്തിൽ നഹ്വിന്റെ നിയമങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ ചർച്ചകൾ, പഠനങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ കൂഫയിൽ കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു, ബസ്റയിൽ കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പൊ കൂഫയിലെ പണ്ഡിതന്മാരൊക്കെ ഒരു കോമൺ ഇമാമിന്റെ ശിഷ്യന്മാരും അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പഠിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് അവർക്ക് പല വിഷയങ്ങളിലും ഒരു അഭിപ്രായം, ഒരു വീക്ഷണകോണം ഉണ്ടെങ്കിൽ ബസ്റക്കാർക്ക് പലപ്പോഴും അതിന് വിരുദ്ധമായ വീക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂഫക്കാരുടെ മദ്ഹബ് എന്നൊരു മദ്ഹബും ബസ്റക്കാരുടെ മദ്ഹബ് എന്നൊരു മദ്ഹബും, രണ്ട് മദ്ഹബുകൾ എവിടെ ഉണ്ടായി? നമ്മുടെ നഹ്വിൽ, അറബി ഗ്രാമറിൽ ഉണ്ടായി. നമ്മളിപ്പോ പറയുന്നത് പ്രകാരം ശ്രദ്ധിക്കൂ, നമ്മുടെ ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? തനാസുഇന്റെ വിഷയത്തിൽ കൂഫക്കാരും ബസ്റക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ഒന്നാമത് വന്ന സാധനത്തെ, ഒന്നാമത് വരുന്ന ഫേലിനെയാണ് അമൽ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് കൂഫക്കാരുടെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ബസ്റക്കാരുടെ അഭിപ്രായം എന്തായിരിക്കും? രണ്ടാമത് വന്നേക്ക് അമൽ കൊടുക്കണം എന്നാണ്, രണ്ടാമത് വന്ന ആളെ അമൽ ചെയ്യിപ്പിക്കണം എന്നാണ്. ഇത് ഓർമ്മിച്ചു വെക്കാൻ ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുള്ള ഒരു ട്രിക്ക് ഉണ്ട്. പിന്നെ ഈ ബസറ എന്നതിൽ ബാ ഉണ്ടല്ലേ, ബാ എന്ന് പറയുന്ന അറബിയിലെ രണ്ടാമത്തെ അക്ഷരമാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ അക്ഷരം അലിഫല്ലേ, അപ്പൊ അലിഫ് മറ്റൊരുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഇടങ്ങാറാക്കല്ല. ഈ ബാഇനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ബസറ എന്നതിൽ. ബാ രണ്ടാമത്തെ അക്ഷരമായതുകൊണ്ട് ബസറക്കാര് രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്ന വീക്ഷണമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ മറ്റേത് ഏതാണെന്ന് കിട്ടും, പിന്നെ അലിഫ് നോക്കി പോരുത്, മറ്റേത് ഏതാണെന്ന് കിട്ടും. മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താണെന്ന് കിട്ടും, നമ്മളെ കൂഫക്കാരാണെന്ന് കിട്ടും. അപ്പൊ കൂഫക്കാരുടെ അഭിപ്രായത്തിൽ ഒന്നാമത്തതാണ്, ബസറക്കാര് ബാ രണ്ടാമത്, ബസറക്കാരുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തതിനെയാണ് അമൽ ചെയ്യിപ്പിക്കേണ്ടത്. കൂഫക്കാരുടെ അഭിപ്രായം ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്നതാണ്, ബസറക്കാരുടെ അഭിപ്രായം രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഒന്നാമത്തെ അമൽ ചെയ്യിപ്പിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈൻ അഅമൽതൽ അവ്വല, നീ ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അൽ മർതഫിസാനി, രണ്ടാമത് വരുന്ന ഫീൽ ഉണ്ടല്ലോ, ഒന്നാമത്തത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ രണ്ടാമത്തതാണ് ഇവിടെ. അപ്പൊ ഈ രണ്ടാമത് വരുന്ന ഫേലിൽ നീ ലമീറായി കൊടുക്കണം. അൽമർത്ത എന്ന് പറഞ്ഞാല് ലമീർ ചേർത്ത് കൊടുക്കണം. കുല്ലമാ യഹ്താജു ഇലൈഹി, ആവശ്യമുള്ള എല്ലാ ലമീറുകളും കൊടുക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, നമ്മൾ ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്നാണ് കൂഫക്കാരുടെ അഭിപ്രായം. അങ്ങനെ ഒന്നാമത്തതിനെ നമ്മൾ അമൽ ചെയ്യിപ്പിച്ചാൽ രണ്ടാമത്തതിൽ ആവശ്യമുള്ള എല്ലാ ലമീറും നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് മർഫൂ ആവട്ടെ, മൻസൂബ് ആവട്ടെ, മജ്റൂർ ആവട്ടെ. എന്ന് പറഞ്ഞാൽ ഈ ഫീലുകൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് മഫൂലിനേക്ക് മടങ്ങുന്ന ലമീർ ആയിരിക്കും. അപ്പോൾ മഫൂലിന്റെ ലമീർ ചേർത്ത് കൊടുക്കണം. അപ്പം മൻസൂബായ ലമീർ എന്ന് പറയാം. ചിലപ്പോൾ ആവശ്യം ഫായിലിനെ ആയിരിക്കും, ഫായിലിന്റെ കാര്യത്തിലേക്കും തർക്കം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ലമീർ റഫ്ഇന്റെ ലമീർ ആയിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുക. ലമീറെ ചേർക്കുള്ളൂ, അപ്പൊ ലമീറെ കാണുള്ളൂ. ഓക്കെ. ചിലപ്പോൾ ഉണ്ടാവുക രണ്ടാമത്തതിന് ജെറിന്റെ ഹർഫ് വന്നിട്ട് ജെറ് ചെയ്യപ്പെട്ട സാധനമായിരിക്കും ആവശ്യം ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ജെറ് ചെയ്യപ്പെട്ട ഒരു ലമീർ, ജെറ് ചെയ്യപ്പെട്ട ലമീർ എന്ന് പറഞ്ഞാൽ ജെറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലമീറാണ് ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്.
ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് കൂഫക്കാരുടെ അഭിപ്രായം. ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഫീലിന്, അപ്പൊ ഒന്നാമത്തേന് ഇത് കൊടുത്തു, എന്ത്, നമ്മൾ ഈ ഫായിലിനെയും മഫൂലിനെയൊക്കെ ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ആൾ കാര്യമില്ലേ, രണ്ടാമത്തെ ആൾക്ക് എന്ത് കൊടുക്കും, നമ്മള് തൽക്കാലം കുറച്ച് മുട്ടായൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ രണ്ടാമത്തെ ആൾക്ക് കുറച്ച് ലമീറുകളൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഓനും ഹാപ്പിയായി, ഒന്നാമത്തെ ആളും ഹാപ്പി. ഒന്നാമത്തെ ആൾക്ക് ഇതൊക്കെ കിട്ടി, രണ്ടാമത്തെ ആൾക്ക് കുറച്ച് ലമീറുകളും കിട്ടി, രണ്ടാളും ഹാപ്പി, നമ്മളും ഹാപ്പി, ഒരു പ്രശ്നമില്ല, സോൾവ് ആയി. ഇതാണ് ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ് ഇതാണ്. ഒന്നാമത്തതിനെയാണ് അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തതിൽ ആവശ്യമുള്ള എല്ലാ ലമീറും ചേർക്കണം. അത് മർഫു ആവട്ടെ, മൻസൂബ് ആവട്ടെ, മജ്റൂർ ആവട്ടെ, എല്ലാ ലമീറും ചേർക്കണം. ഓക്കെ അല്ലേ? കണ്ടോ, ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റഅവഅക്രമഹു എന്നാക്കി. റഅവഅക്രമ സൈദുൻ അംറ എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ? റഅവഅക്രമ സൈദുൻ അംറ എന്നാണ് ഉണ്ടായിരുന്നത്. റഅവഅക്രമ സൈദുൻ അംറ, അത് നമ്മൾ എന്താക്കി മാറ്റി? റഅവഅക്രമഹു സൈദുൻ അംറ എന്നാക്കി. ഖാമ വഖഅദ അഖവാക എന്നാണ് തനാസു ഉണ്ടായിരുന്നത്. ഖാമ വഖഅദ അഖവാക എന്നാക്കി മാറ്റി. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഫായിലിന്റെ ലമീറാണ്, ഫായിലായിരുന്നു, ഇതിന്റെയും കൂടെ ഫായിലായിട്ട് ഇത് വരേണ്ടിയിരുന്നത്. അപ്പൊ ഫായിലാക്കാൻ നമുക്ക് പറ്റൂല, കാരണം നമ്മൾ ഒന്നാമത്തേന് കൊടുത്തു ഫായിലായിട്ട്. അപ്പൊ പിന്നെ ഇവനക്ക് എന്ത് കൊടുക്കും? റഫീന്റെ ലമീർ കൊടുക്കും. ഓക്കെ, ഇവിടെ പിന്നെ ഇതിന് ഫായിലായിട്ട് ഇതും കൊടുത്തു, മഫൂലായിട്ട് ഇതും കൊടുത്തു. ഇനി ഇതിന് ഫായിലും വേണം, മഫൂലും വേണം. ഫായിലായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ലമീർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സെയ്ദ് ആയതുകൊണ്ട് ലമീർ കൊടുത്താലും കാണാനൊന്നുമില്ല. അപ്പൊ കൊടുക്കൂല എന്നല്ല, കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാനില്ല. ഈ സെയ്ദിന് പകരം ഫാത്തിമ ആയിരുന്നെങ്കിൽ അക്രമത്ത് എന്ന് വരുമായിരുന്നു. ഫാത്തിമയാണെങ്കിൽ അക്രമത്ത് എന്ന് വരും, കാരണം എന്തേ, അതിലേക്ക് മടങ്ങുന്ന ലമീർ ചേർക്കുമ്പോൾ തീർന്നു വരും. ഇവിടെ രണ്ടാളുണ്ടെങ്കിൽ ഇവിടെ അക്രമാ എന്ന് വരുമായിരുന്നു, കുറെ ആളുണ്ടെങ്കിൽ അക്രമൂ എന്ന് വരുമായിരുന്നു. കണ്ടോ, ഫിയലിൽ ലമീർ ചേർക്കുന്നുണ്ടോ? അക്രമ, അക്രമാ, അക്രമൂ, അക്രമത്ത്, അക്രമത, അക്രംന എന്നൊക്കെ നമ്മൾ പഠിച്ച എന്തിനാണ്? ഇങ്ങനെ ചേർത്ത് കൊടുക്കാനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ലമീർ ചേർക്കും. പിന്നെ ഇത് ആരുടെ മഫൂലാണ്? ഒന്നാമത്തേനെ നമ്മൾ അമൽ ചെയ്യിപ്പിച്ചത്, അപ്പൊ അവന്റെ മഫൂലാണിത്. അപ്പൊ രണ്ടാമത്തെ ഈ ഫിയലിന് എന്ത് വേണം? മഫൂൽ വേണം. അപ്പൊ മഫൂൽ വേണം, മഫൂൽ നമ്മൾ എടുത്തില്ല, എന്ത് ചെയ്യും? മഫൂൽ ഓൾറെഡി കൊടുത്തുപോയി. ഇനി എന്ത് ചെയ്യും? അതിലേക്ക് മടങ്ങുന്ന ഒരു ലമീറിനെ ഇവിടെ ചേർത്ത് കൊടുക്കും. ഈ അംറിന് യോജിച്ച ഒരു ലമീറിനെ ഇവിടെ ചേർത്ത് കൊടുക്കും. നേരത്തെ ഫായിലാക്കാൻ പറ്റി ഈ ഫായിലിന് യോജിച്ച ലമീർ ഇവിടെ ചേർത്തില്ലേ, അതേപോലെ ഒരു മഫൂലിന് യോജിച്ച ലമീർ ഇവിടെയും ചേർക്കും. ഇവിടെ ഫായിലിന്റെ കാര്യത്തിലെ തർക്കം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഫായിലിന്റെ ലമീർ ഇതിന് യോജിച്ച്, അപ്പൊ ഇത് മുസന്ന ആയതുകൊണ്ട് രണ്ടാളെ, അപ്പൊ അതിന് യോജിച്ചൊരു ലമീർ ഇവിടെ ചേർത്തു. ഇനി നോക്കിക്കോ, ഇവിടെ തർക്കം, ഇവിടെ നേരത്തെ നമ്മളെ പിന്നെ ഉദാഹരണം, ഫസ്റ്റത്തെ തനാസു അങ്ങനെ തന്നെ നിലനിൽക്കുന്ന, പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്ന ഉദാഹരണം കണ്ടോ? കാമവ മറർത്തു, ഇവിടെ ഇങ്ങനെയല്ല വേണ്ടത്, എവിടെയാണ്? കാമവ മറർത്തു ബി അഖവാക്ക എന്നാണ് വേണ്ടത്. കാമവ മറർത്തു ബി അഖവാക്ക. അപ്പോ ഈ രണ്ടാമത്തെ ആൾക്ക്, ഇവിടെയുള്ള രണ്ടാമത്തെ ആൾക്ക് ആവശ്യമുള്ളത് ഈ ബി അഖവാക്ക എന്നാകുമ്പം രണ്ടാമത്തെ ആൾക്ക് എന്താ ആവശ്യമുള്ളത്? പിന്നെ രണ്ടാമത്തെ ആൾക്ക് എന്താ ആവശ്യമുള്ളത്? ബി അഖവാക്ക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് ആവശ്യം ഒരു മജ്റൂറിനെയാണ് ആവശ്യം. അപ്പൊ നമ്മൾ ഈ സാധനത്തെ ഓൾറെഡി ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഇവന്റെ ഫായിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവനിക്ക് മജ്റൂറാണ് വേണ്ടത്, അപ്പൊ നമ്മളൊരു മജ്റൂറായ ലമീർ അങ്ങ് വെച്ചു കൊടുക്കും. ഇതിലേക്കാണ് മടങ്ങുന്നത്, അതുകൊണ്ട് അതിനോട് മാച്ച് ആവുന്ന മുസന്നന്റെ ലമീർ ചേർത്തു. ഇവിടെ കുറെ ആളുള്ളതെങ്കിൽ ബിഹിം എന്നാവും, ഇവിടെ കുറെ പെണ്ണുങ്ങളാണുള്ളതെങ്കിൽ ബിഹിന്ന എന്നാവും. ഇതിനോട് മാച്ച് ആവുന്ന, ഇവർ ആരെ കാര്യത്തിലാണോ തർക്കിച്ചത് അതിനോട് മാച്ച് ആവുന്ന ലമീറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന്, അത് നമ്മൾ കോമൺ സെൻസ് ആണ്, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. ശരി, സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞതൊന്ന് സമർപ്പിക്കാം. തനാസു എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ആമിലുകൾ എന്ന സാധനം നമ്മുടെ മനസ്സിലേക്ക് വരണം. രണ്ട് ഫിയലുകൾ ഉണ്ടാകും, തല്ലുകൂടുന്നുണ്ടാകും. എന്തിനാ തല്ലുകൂടുന്നത്? ശേഷം വന്നിരിക്കുന്ന മഴമൂലിന്റെ അവകാശത്തിന് വേണ്ടിയാണ് തല്ലുകൂടുന്നത്. രണ്ടാൾക്കും ശേഷം വന്നിരിക്കുന്ന മഴമൂലിനെ ആവശ്യമുണ്ട്. എന്നാൽ നമുക്കാണെങ്കിൽ രണ്ടാൾക്കും കൊടുക്കാനോട്ട് പറ്റൂല, നമ്മളെടുത്ത് ഒരാൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യാം, ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അവസാനം വന്നാളെ അമൽ ചെയ്യിപ്പിക്കാം. പക്ഷേ കൂഫക്കാരുടെ മദ്ഹബ് പ്രകാരം, കൂഫക്കാരുടെ അഭിപ്രായത്തിൽ നമ്മൾ ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിക്കലാണ് നല്ലത്. അങ്ങനെ ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിക്കുമ്പം രണ്ടാമത്തെ ആൾക്ക് എന്ത് കിട്ടും? എല്ലാ ലമീറുകളും കിട്ടും. അത് മർഫുവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട, റഫീന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതാവട്ടെ, നസ്ബിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതാവട്ടെ, ജറിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതാവട്ടെ, എല്ലാ ലമീറും നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കും. ഇങ്ങനെ വന്നാൽ പിന്നെ ഇത് വളരെ നല്ലൊരു സെന്റൻസ് ആയി മാറിയില്ലേ, ഇതിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബസറക്കാര് പറയുന്നത് സാനിയെ അമൽ ചെയ്യിപ്പിക്കണം എന്നതാണ്. ബസറ രണ്ടാമത്തെ അക്ഷരം അല്ലെ? അപ്പൊ ബസറക്കാര് പറയുന്നതനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം. അങ്ങനെ രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുമ്പം
ഒരു പ്രശ്നം വരും, ഗുരുതരമായ പ്രശ്നം വരും. നേരത്തെ പോലത്തെ ചെറിയ പ്രശ്നമല്ല, സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. എന്താ പ്രശ്നം എന്നറിയോ? നോക്ക്, നിങ്ങൾ ഇവിടെ നോക്ക്. നമുക്ക് ഈ ഒരു ഉദാഹരണം എടുത്ത് നോക്കാം. 2 ഫീലുകളുണ്ട്, റഅയും ഉണ്ട് അക്രമയും ഉണ്ട്. തല്ല് കൂടുന്നുണ്ട്. ആർക്ക് വേണ്ടി? സെയ്ദിനും അംറിനും വേണ്ടി. ഈ ഫായിലിനെയും ഈ മഫൂലിനെയും, ഈ 2 മഅമൂലുകളെയും ഇവർക്ക് രണ്ടാൾക്കും ഒരേപോലെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തേനെ, ബസറക്കാർ പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ, അത് അങ്ങനെ വരില്ല, ഇതിന്റെ അടുത്തല്ലേ ഇതുള്ളത്, അരിയത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നീതി. അതാണ് ബസറക്കാരുടെ ഒരു രീതി. അപ്പൊ എന്ത് ചെയ്തു? അരിയത്ത് നിൽക്കുന്ന ലാസ്റ്റ് വന്ന ആൾക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ അക്രമ സെയ്ദുൻ അംർ എന്നുള്ളത് നല്ലൊരു അടിപൊളി സെന്റൻസ് ആയി. പക്ഷേ ഇവിടെ കരയാൻ തുടങ്ങി, എനിക്കൊന്നും തന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മള് ഒന്നാമത്തതിൽ റഫ്ഇന്റെ ലമീർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇപ്പൊ ഇവിടെ എവിടെങ്കിലും വരുന്ന ഒരു സാധനത്തിലേക്കാണ് ഇത് മടങ്ങേണ്ടത്, ഈ ലമീർ മടങ്ങേണ്ടത് ഇവിടെ ഇനി വരാൻ പോകുന്ന ഒരു സാധനത്തിലേക്കാ കേട്ടാ. കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ. എന്നാലും അത്ര മനസ്സിലായിട്ടില്ലെങ്കിൽ തൽക്കാലം മനസ്സിലാകുന്നത്ര മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ എന്നതിനാണ് ഇനി എന്താവശ്യമുള്ളത്. നമ്മൾ രണ്ടാമത്തേന് നമ്മൾ എഴുമാല് ചെയ്തു, ഇവിടെ എല്ലാം കൊടുത്തു. ഇപ്പൊ ഒന്നാമത്തെ കാര്യത്തിലാണ് പ്രശ്നമുള്ളത്. ഒന്നാമത്തേൽ നമുക്ക് എന്ത് വേണം? റഫീന്റെ ഒരു ലമീർ വേണം. അത് നമ്മൾ അവിടെ കൊടുക്കും. റഫാണ് ആവശ്യം എന്നുള്ളതെങ്കിൽ നമ്മൾ അത് ലമീറായിട്ട് കൊടുക്കും. പക്ഷെ നെസ്ബോ ജറോ ആണ് ഇവന് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൂല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഈ സെന്റൻസ് തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ ഇവന് അമൽ ചെയ്യിപ്പിച്ചിട്ട് ഇവന് ലമീർ കൊടുത്ത് പറ്റിക്കാൻ നോക്കിയപ്പം എന്താ നമ്മൾ കൊടുത്തത്? ഇവിടെ ഒരു ഹൂ കൊടുത്തിട്ടില്ലേ? നമ്മള് അക്രമ ഹൂ എന്ന് കൊടുത്തിട്ടില്ലേ? നെസ്ബിന്റെ ലമീർ വേണമെന്ന് പറഞ്ഞപ്പം എന്നാ നെസ്ബിന്റെ ലമീർ പിടിച്ചോ, ഹൂ കൊടുത്തിട്ടില്ലേ? പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ലേ ഇവിടെ. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സാനിയെ അമൽ ചെയ്യിപ്പിച്ചാണ് ഇത് ഉദാഹരണം എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ലമീർ കാണാനുണ്ടോ? നെസ്ബിന്റെ ലമീർ കാണാനുണ്ടോ? ഇല്ല. റഫിന്റെ ലമീറും കാണാനില്ലല്ലോ എന്ന് ചോദിക്കണ്ട. റഫിന്റെ ലമീർ സെയ്ദായതുകൊണ്ട് ഹുവയാണ്. അത് ഇവിടെ പ്രത്യേകിച്ച് അതിന് അടയാളമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഇവിടെ പെണ്ണായിരുന്നു, ഫാത്തിമ ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ റഅത്ത് എഴുതുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ റഫിന്റെ ലമീറും കാണാനില്ലോ എന്ന് ചോദിക്കണ്ടല്ലോ. റഫിന്റെ ലമീർ ഒന്നാമത്തേലുണ്ട്, കൊടുത്തിട്ടുണ്ട് നമ്മള്. പക്ഷെ നെസ്ബിന്റെ അത് കാണാനില്ല. ഉണ്ടെങ്കിൽ റാഹു എന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞാ എന്താ പ്രശ്നം വരിക നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. അങ്ങനെ പറഞ്ഞാല് ഈ റാഹു എന്നതിലെ ഹു മടങ്ങാൻ പോകുന്നത് ഇനി ശേഷം വരാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് സെന്റൻസിലെ ഫിഇല്, ഫായില്, മഫൂൽ ഒക്കെ ചേർന്ന ഒരു കംപ്ലീറ്റ് സെന്റൻസിലെ ഒരു സാധനത്തിലേക്കാ. ഇവിടെ ഒരു ഹു കൊടുത്താല് ശ്രദ്ധിക്കണേ. ഇവിടെ ഞാനൊരു ഹു കൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക. ഒരു നെസ്ബിന്റെ ലമീർ ഞാൻ ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് നെസ്ബിന്റെ ലമീർ ആവശ്യമുണ്ട്. അത് കൊടുത്തു എന്ന് വിചാരിക്കുക. അത് കൊടുത്താൽ അത് എങ്ങോട്ട് മടങ്ങും? ഇവിടെ കിടക്കുന്ന അംറിലേക്കല്ലേ മടങ്ങുക? സെയ്ദ് അവനെ കണ്ടു, ആരെ? അംറിനെ. അപ്പൊ അംറിലേക്കാ മടങ്ങുക. അങ്ങനെ മടങ്ങുമ്പം ഈ ഒരു സാധനം, എന്ത് സാധനം? ഈ ഒരു ഫിഇലും ഫായിലും മഫൂലും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു കംപ്ലീറ്റ് സെന്റൻസിന്റെ അകത്ത്, അതായത് ഈ റയുടെ ശേഷം കുറെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു സാധനത്തിന്റെ അകത്തുള്ള ഒരു ഇസ്മിലേക്ക് ലമീർ മടങ്ങേണ്ടി വരും. ലമീർ ഒരിക്കലും ഇങ്ങനെ പിന്നെ വരാൻ പോകുന്ന ഒന്നിലേക്ക് മടങ്ങൂല, മുന്നിലേക്കേ മടങ്ങുള്ളൂ. മുമ്പ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്കേ ലമീർ മടങ്ങുള്ളൂ. ഇനി പറയാൻ പോകുന്ന ഒരാളിലേക്ക് ലമീർ മടക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇത് വരാൻ പോകുന്നല്ലോ, അതിലേക്ക് ലമീർ മടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ നെസ്ബിന്റെ ലമീർ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പറ്റൂല. റഫിൻ്റെതും അങ്ങനെ തന്നെ. അപ്പൊ അത് കളയാ ചെയ്യുക, അത് ചേർക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഈ റഫിന്റെ ലമീർ നമ്മൾ ഇവിടെ ചേർത്തു എന്ന് പറഞ്ഞല്ലോ, ആ റഫിന്റെ ലമീറും ശേഷം വരുന്ന ഒന്നിലേക്ക് തന്നെയല്ലേ മടങ്ങുന്നത്? ആണ്. പക്ഷെ റഫ് എന്ന് പറയുന്നത് ഒരു ഫീലിന്റെ ഫായിലിന്റെ ലമീറാണ്. എന്ത് ഇറാബാണ് റഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫായിൽ ഇല്ലാതെ ഒരു ഫീൽ നിലനിൽപ്പില്ലാത്തത് കൊണ്ട്, ഫായിലിനുമായി ബന്ധപ്പെട്ടതാണ് റഫ് എന്നതുകൊണ്ട്, വളരെ അത്യാവശ്യമായതുകൊണ്ട് അത് നമ്മൾ തൽക്കാലം അങ്ങ് കണ്ണടച്ചടയും. സംഭവം മടങ്ങാനൊന്നും പറ്റൂല, പക്ഷേ നമ്മൾ കണ്ണടക്കും. അത് മഗ്ഫൂറാണ് എന്നാ നമ്മൾ പറയാം. അത് മഗ്ഫൂറാണ്. റഫിന്റെ വിഷയത്തിൽ അതെന്താണ്? പൊറുക്കപ്പെടുന്ന തെറ്റാണ്, മഗ്ഫൂറായ തെറ്റാണ്. പക്ഷേ നസ്ബിന്റെ വിഷയത്തിൽ അത് മഗ്ഫൂർ പോലുമല്ല, പൊറുക്കപ്പെടാനാവാത്ത അപരാധമാണ്. അതുകൊണ്ട് നസ്ബിന്റെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പിന്നിലേക്ക് മടങ്ങാൻ പറ്റൂല. ജറിന്റെ വിഷയത്തിൽ ഏതായാലും പറ്റൂല. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അതായത് രണ്ടാമത്തതിനെയാണ് അമൽ ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ ഒന്നാമത്തതിൽ നമ്മൾ റഫിന്റെ ലമീർ മാത്രമേ ചേർക്കാൻ പറ്റൂ. അതിലേക്ക് റഫിന്റെ ലമീർ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം.
എന്നാൽ നസ്ബോ ജറോ ആണ് ആവശ്യമെങ്കിൽ ചേർക്കാൻ പാടില്ല, കളയണം. ചേർക്കാൻ പാടില്ല, കളയണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇല ഇല എന്താണ് ഇല മുതഅഖിരിൻ ലഫ്ളൻ വറുത്ബത്തൻ. അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക കുട്ടികൾക്കും അതൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. അപ്പം ലഫ്ലിനാലും റുത്ബത്തിനാലും പിന്നെ വരുന്നത് അപ്പം പിന്നെ ലഫ്ലൻ ഏതായാലും പിന്നിലാണ്, റുത്തുബത്തൻ കൂടി പിന്നിലാകുന്നുണ്ട് ഇങ്ങനെ വരുമ്പം. പക്ഷെ നേരത്തതിൽ അങ്ങനെ ആവില്ല. കാരണം നേരത്തതിൽ നമ്മൾ ഒന്നാമത്തതിന് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കും. പിന്നെ ഇത് അതിന് ശേഷമാണ് ഇത് വരിക. ശരിക്കും പറയുമ്പോൾ റുത്തുബത്തൻ ഇത് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ എന്ത് കൊടുത്താലും അത് റുത്തുബത്തൻ ഫ്രണ്ടിലുള്ള ഒന്നിലേക്കാണ് മടങ്ങുന്നത്. സംഭവം സത്യത്തിൽ ലഫ്ലൻ പിന്നിലാണെങ്കിൽ റുത്തുബത്തൻ ഫ്രണ്ടിലാണ് എന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ജസ്റ്റ് അങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? ഞാനിപ്പോൾ പറഞ്ഞത് വളരെ സിമ്പിൾ ആയ ഒരു സംഭവമാണ്. ഈ സെയ്ദിനെയും ഈ അംറിനെയും നമ്മൾ ഇവിടെ ഒന്നാമത്തതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ മുന്നിലേക്ക് കയറിയില്ലേ, പിന്നെ ഈ അക്രമൊക്കെ നമുക്ക് ഏത് ലമീറും കൊടുക്കാം. കാരണം എന്താ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. എഴുതിയത് ഇവിടെ ആണെങ്കിലും സംഭവം ഇവിടെ ഉള്ളത്, കാരണം ഇതിൻ്റെതാണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ എന്തും കൊടുക്കാം. മുന്നിലേക്ക് നേരത്തെ കഴിഞ്ഞു പോയതിലേക്ക് തന്നെ മടങ്ങുള്ളൂ. പിന്നെ വരാൻ പോകുന്ന ഒന്നിലേക്ക് മടങ്ങുന്ന കേസ് അവിടെ ഇല്ല. പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഇവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇവർ ഒന്നിച്ചാണ്, ഒരു സെറ്റാണ്. അപ്പൊ ഇവനക്ക് ഒന്നും കൊടുക്കാനായിട്ടില്ല. കാരണം എന്തെങ്കിലും കൊടുത്താൽ പിന്നെ വരാൻ പോകുന്ന ഒന്നിലേക്കായി പോകും മടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പം ലഫ്ലൻ റുത്തുബത്തൻ നേരത്തെയും ശരിക്കും നോക്കിയാൽ, നമ്മൾ ലഫ്ലൻ നോക്കിയാൽ പിന്നെ വരുന്ന ഒന്നിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. നേരത്തെ കേസിലും ഏതില് ഒന്നാമത്തെ അമൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ രണ്ടാമത്തേൽ ദമീർ കൊടുക്കുമ്പോഴും കാണുമ്പോൾ ശേഷം വരുന്നതിലേക്ക് തന്നെയാണ്. പക്ഷെ അവിടെ ലഫ്ലൻ മാത്രമേ അങ്ങനെ പിന്തിയിട്ടുള്ളൂ, റുത്തുബത്തൻ ഫ്രണ്ടിലുണ്ട് എന്നുള്ളതാണ് അവിടെ അത് പറ്റാനുള്ള ന്യായം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്ക്, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. നമുക്ക് രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒന്നാമത്തതിൽ റഫ്ഇന്റെ ലമീർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നസ്ബോ ജറോ ആണ് ആവശ്യമുള്ളതെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? അതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. എന്തുകൊണ്ട്? കാരണം ലഫ്ലൻ റുത്തുബത്തൻ പദമായാലും പദവിയായാലും പിന്നെ വരുന്നത്, രണ്ടും പിന്നെ വരുന്ന ഒരു സാധനത്തിലേക്ക് ഒരു ലമീറിനെ മടക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ കേസിൽ പിന്നെ നമ്മളിവിടെ നസ്ബിന്റെ ലമീറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പദവും പദവിയും പിന്തി വരുന്ന ഒരു സാധനത്തിലേക്കാണ് ലമീർ മടങ്ങുക. അങ്ങനെ ഒന്ന് അനുവദനീയമല്ല. എവിടെയല്ലാതെ? റഫിലല്ലാതെ. റഫ് അത്യാവശ്യമായതുകൊണ്ട് മാത്രം അത് മഗ്ഫൂറാണ്, അല്ലാത്തടത്തൊന്നും അത് അനുവദനീയമല്ല. അപ്പം നസ്ബിലും ജറിലും അത് അനുവദനീയമല്ല. അപ്പൊ ലറബ്തു വ ലറബനി അഖവാക, ഈ സെന്റൻസിന്റെ ഒരു തനാസുള്ള രൂപം എങ്ങനെയായിരിക്കും അറിയോ നിങ്ങൾക്ക്? തനാസുള്ള രൂപം എങ്ങനെയായിരിക്കും അറിയോ? ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇതിൽ ഈ ലമീറിന് ഇവിടെ സങ്കല്പിച്ചാൽ ലറബ്തുഹുമാ വ ലറബാനി അഖവാക എന്നാണ് വരിക. അല്ലെങ്കിൽ സോറി, ഇവിടെ രണ്ടിടത്തും കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൊടുക്കാം നമുക്ക്. ലറബ്തുഹുമാ വ ലറബനി അഖവാക, അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ലറബ്തുഹുമാ, അവരെ രണ്ടുപേരെയും ഞാൻ തല്ലി. ലറബനി അഖവാക, നിന്റെ സഹോദരന്മാർ എന്നെയും തല്ലി. നിന്റെ സഹോദരന്മാർ എന്നെയും തല്ലി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലേ അവരെ ഞാനും തല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? നിന്റെ സഹോദരന്മാർ എന്നെയും തല്ലി എന്ന് പറഞ്ഞതിന് ശേഷം അല്ലേ അവരെ ഞാനും തല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ ഞാനും തല്ലി നിന്റെ സഹോദരന്മാർ എന്നെയും തല്ലി എന്ന് പറയുമ്പോൾ ഒരു രസമില്ലല്ലോ. ആ രസമില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുന്തി വരുന്നതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തതിനാണ് നമ്മൾ അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഒന്നാമത്തതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലമീർ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നസ്ബിന്റെ ലമീർ ആയിരുന്നു ആവശ്യം, പക്ഷേ നമ്മൾ ആ നസ്ബിന്റെ ലമീർ കൊടുക്കൂല, അത് കളയാ ചെയ്യുക. ഇവിടെ ഇവനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലറബ അഖവാക ഇതിന്റെ ഫായിലാണ്. നീ എന്ന് പറയുന്നത് മഫൂലുമാണ്. ഇവിടെ ഫായിലും ഉണ്ട് മഫൂലും ഉണ്ട്. ഫായിൽ ഈ കാണുന്ന ഇസ്മാണ്, മഫൂൽ ഈ കാണുന്ന നീ എന്നതാണ്. അപ്പൊ ഇവിടെ ഈ ലറബക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ലറബ്തുവിൽ ഫായിൽ മാത്രമേ ഉള്ളൂ, മഫൂൽ ഇല്ല. മഫൂൽ ആരായിരുന്നു? മഫൂലിന്റെ കാര്യത്തിലാണ് ഇവർ തർക്കം ഉണ്ടായത്. ഈ അഖവാക്ക ആയിരുന്നു. അതിലേക്ക് മടങ്ങുന്ന ലമീർ ചേർത്ത ഹുമാ എന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ അതവിടെ വരാൻ പറ്റില്ല. അത് കണ്ടോ, അവിടെ എഴുതിയാൽ അത് നിൽക്കൂല, അതെന്തായി പോവും, മാഞ്ഞു പോകും. കാരണം എന്താണ്, ശേഷമുള്ള ഒന്നിലേക്കാണ് മടങ്ങുന്നത്. ഓക്കെ, തിരിയാത്തതുണ്ടെങ്കിൽ തിരിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് ഇത് എക്സ്പ്ലനേഷൻ ഓവർ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ കുറക്കാം. കാരണം നിങ്ങളെ കമന്റ്സ് മാത്രമാണ് നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കുള്ള ആകെയുള്ളൊരു വഴി. നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അറിയുന്നത് കമന്റ്സിലൂടെ. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരും പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇത് കുട്ടികൾക്ക് ഉപകരിക്കുന്നുണ്ടോ, അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. അല്ലെ, വെറും വ്യൂസ് നോക്കിയിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല,
തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ കമൻസ് നിങ്ങൾ ചെയ്താൽ അത് ഉപകാരപ്രദമാണ്. ചെറിയ ക്ലാസ്സുകളിലെ വീഡിയോക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മെയ്ഡ് ഫോർ കിഡ്സ് ആയതുകൊണ്ട് അതിന് യൂട്യൂബ് എന്ത് ചെയ്യും, കമൻറ്റ് ഡിസേബിൾ ചെയ്യും. പക്ഷേ പ്ലസ് 2 ക്ലാസ്സിലൊന്നും പിന്നെ അങ്ങനെ വല്ലാതെ അത് ബാധിക്കാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കമൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം. ക്ലാസ് ശരിയാവുന്നില്ല, വളരെ ബോറിംഗ് ആകുന്നുണ്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതാണ് ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം, നമുക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പം മറർത്തു മറബി അഹവാക്ക. ഓക്കെ, മറർത്തു മറബി അഹവാക്ക, 2 ഫീലുകളുണ്ട്, ഒരു ഫായിലാണുള്ളത്. അപ്പം മറർത്തു ബി അഹവാക്ക എന്നാ. മറർത്തു ബി അഹവാക്ക. ഈ മറന്റെ കൂടെ എപ്പോഴും ബി വരും കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് എപ്പോഴും വരുന്നല്ല, അടുത്തുകൂടെ നടന്നു പോയി എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഈ ബി കൊടുക്കുന്നത്. അപ്പം മറബി അഹവാക്ക, ഇത് മാത്രം എടുത്ത് നോക്കിയേ. മറബി, എൻ്റെ അടുത്തൂടെ കടന്നുപോയി, അഹവാക്ക, നിന്റെ സഹോദരന്മാർ. ക്ലിയർ അല്ലേ? ഒരു ഫായിലുണ്ട്, പിന്നെ ഒരു മജറൂറും ഉണ്ട്. ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറർത്തു, ഞാൻ കടന്നുപോയി നിന്റെ സഹോദരന്മാരുടെ അടുത്തുകൂടെ എന്നാ വേണ്ടത്. അപ്പൊ മറർത്തു ബി അഹവാക്ക എന്നാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഇപ്പം ഈ അഹവാക്ക നമ്മളിവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തുപോയി, സാനിക്ക് കൊടുത്തുപോയി. പിന്നെ അഹവാക്ക ബാക്കിയില്ല, ഒരു അഹവാക്ക നമ്മളെ കയ്യിലുള്ളൂ, അത് ഇവിടെ കൊടുത്തുപോയി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ലമീർ കൊടുക്കണം. ലമീർ കൊടുക്കുമ്പോൾ എന്ത് വരും, മറർത്തു ബിഹിമാ എന്ന് വരും. ഇത് 2 ആളായതുകൊണ്ട് ബിഹിമാ എന്ന് വരും. ബി ചേർക്കണം, എന്നിട്ട് ബിഹിമാ എന്ന് വരും. അങ്ങനെ കൊടുത്താൽ എന്താ പ്രശ്നം, ഈ ബിഹിമ ബാക്കിൽ വരാൻ പോകുന്ന ഒന്നിലേക്ക് മടങ്ങും. അത് ജെറിയിൽ പറ്റൂല, നസ്ബിലും ജെറിയിലും പറ്റൂല. അത്യാവശ്യം ഉണ്ടെങ്കിൽ റഫിൽ മാത്രമേ അനുവദിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറ്റൂല, ഇവിടെ ബിഹിമാന്ന് കൊടുക്കാൻ പറ്റൂല. കൊടുത്താൽ ബാക്കിലേക്ക് മടങ്ങുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യൂല, അത് കൊടുക്കൂല, അതിനെ കളയുകയാണ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്തത്, സാനിയെ അമൽ ചെയ്യിപ്പിച്ചു. ഔവലിൽ ആവശ്യമുള്ളത് ജെറിന്റെ ലമീർ ആയതുകൊണ്ട് കളഞ്ഞു. സാനിയെ അമൽ ചെയ്യിപ്പിച്ചു, ഔവലിൽ ആവശ്യമുള്ളത് നസ്ബിന്റെ ലമീർ ആയതുകൊണ്ട് കളഞ്ഞു. സാനിയെ അമൽ ചെയ്യിപ്പിച്ചു, സാനിയെ അമൽ ചെയ്യിപ്പിച്ചു, ഔവലിൽ ആവശ്യമുള്ളത് റഫിന്റെ ലമീർ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്, കാണാൻ കഴിയുന്നില്ലെങ്കിലും. പെണ്ണാണെങ്കിൽ ഫാത്തിമയാണെങ്കിൽ ഇവിടെ റഅത്ത് എന്ന് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറയും. പക്ഷേ വീണ്ടും നസ്ബിൻ്റെതും കൂടെ ആവശ്യമുണ്ടായിരുന്നു, അത് നമ്മൾ കൊടുക്കൂല. നസ്ബും ചേർന്ന് നമ്മൾ കൊടുക്കൂല. സാനിയെ അമൽ ചെയ്യിപ്പിക്കുമ്പം നമുക്ക് മർഫു ആണെങ്കിൽ മാത്രമേ ഒന്നാമത്തതിൽ ലമീർ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മൻസൂബോ മജ്റൂറോ ആണ് വേണ്ടത് എങ്കിൽ അവിടെ ഒന്നാമത്തതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നസ്ബിന്റെയോ ജറിന്റെയോ ലമീർ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് അനുവദനീയമല്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് പിന്നെ വരാൻ പോകുന്ന ഒന്നിലേക്കായി പോകും അതിന്റെ മടക്കം. ലഫ്ളൻ വറുത്തുബത്തൻ, പിന്നെ വരാൻ പോകുന്ന ഒന്നിലേക്കായി പോകും അതിന്റെ മടക്കം. ഇനി നോക്കിയ തദ്രീബാത്തിലുള്ള ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് പാഠം വായിച്ചർത്ഥം പറയാം. ആത്തുനി ഉഫിർ അലൈഹി ഫിത്ര. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ അലൈഹി നമ്മൾ ഈ പാഠമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. അലൈഹി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇസ്കന്ദർ എന്നവര് സംഭവം ഉണ്ടാക്കിയ കഥയാണല്ലോ. ആ കഥ ഒന്ന് പറയാം. എന്നാൽ ആദ്യം പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ചർത്ഥം പറയാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഹുവ മലിക്കുൻ, ഇസ്കന്ദർ എന്ന് പറയുന്നത് അലക്സാണ്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അലക്സാണ്ടർ, ഓക്കെ, അലക്സാണ്ടർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഇത് ദുൽഖർനൈൻ ആണോ അലക്സാണ്ടർ ഒന്നെന്നെയാണോ രണ്ടാണോ എന്നൊക്കെ ഉള്ളതൊക്കെ ചരിത്രകാരന്മാരുടെ ഇടയിൽ വലിയ 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 വിഷയങ്ങൾ നടക്കുന്ന ഒരു ചർച്ച നടക്കുന്ന സംഭവമാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോണ്ട. തൽക്കാലം നമ്മൾ അലക്സാണ്ടറിന്റെ പേര് പറഞ്ഞ് ആ സംഭവം പഠിക്കാം. അലക്സാണ്ടർ എന്നത് ഹുവ മലിക്കുൻ, അദ്ദേഹം ഒരു രാജാവാണ്. മക്കനഹുല്ലാഹു തആല ഫിൽ അർള്, അള്ളാഹു അദ്ദേഹത്തിന് ഭൂമിയിൽ പിന്നെ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ബിതസ്ഹീലി സൈരി ഫിഹ, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിക്കോളാം, ഇതിൽ കാണൂല, ഇതിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബിതസ്ഹീലി സൈരി ഫിഹ, ഭൂമിയിലൂടെ സഞ്ചാരം എളുപ്പമാക്കി കൊടുക്കൽ കൊണ്ട് അദ്ദേഹത്തിന് ഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഒരുപാട് സൗകര്യം കിട്ടി ഭൂമിയിൽ. ആതാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. മിൻകുല്ലി ഷൈഇൻ യഹ്താജു ഇലൈഹി, അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ത്വരീഖൻ, ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് എന്ത് വേണോ അതിനൊക്കെ അള്ളാഹു വഴി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സംഭവിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എന്തുണ്ടെങ്കിലും അതിനൊക്കെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുമായിരുന്നു. ഫസലക ത്വരീഖൻ, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു. ഇലൽ മഗ്രിബി, മഗ്രിബിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മഗ്രിബ് ഭാഗത്തേക്ക്, വെസ്റ്റ് ഭാഗത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, പോയി, സഞ്ചരിച്ചു. കുറെ അങ്ങനെ വെസ്റ്റ് ഭാഗത്തേക്ക് കുറെ അദ്ദേഹം സഞ്ചരിച്ചു. സുമ്മ സലക ത്വരീഖൻ നഹ്വ ശർഖി, പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ കിഴക്കു ഭാഗത്തേക്കും കുറെ സഞ്ചരിച്ചു. സുമ്മ സലക ത്വരീഖൻ, പിന്നെ അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചു. അങ്ങനെ മൂപ്പര് ഇങ്ങനെ സഞ്ചാരമാണ്. മൂപ്പര് ഇങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്യും. അങ്ങനെ ഒരു യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ യാത്ര ചെയ്യലൊന്നുമില്ല. ചിലപ്പോൾ പടയോട്ടങ്ങളായിരിക്കും, ഒരുപാട് നാടുകളെ കീഴടക്കും, അവിടുത്തെ സമ്പത്ത് പിന്നെ അവിടുത്തെ നികുതിയൊക്കെ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള സഞ്ചാരമാണ് ഇത്, അല്ലാതെ വെറുതെ ഇങ്ങനെ ടൂർ അടിക്കുന്നതല്ല. ഏതായാലും മസലക ത്വരീഖൻ, അദ്ദേഹം പിന്നെ ഒരു വഴിയിലൂടെ പോയി. ഫബലഗ ബൈന ജബലൈനി, അങ്ങനെ 2 മലകളുടെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു.
ഫവജദ ഖൗമൻ, അവിടെ ഒരു ജനതയെ കണ്ടു, ത്വലബൂ മിൻഹു, അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അയ്യജഅല ബൈനഹും വബൈന യഅജൂജ വമഅജൂജ സദ്ദ, അവരുടെയും യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന നാശകാരികളായ വർഗത്തിന്റെയും ഇടയിൽ ഒരു മറ ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു സദ്, ഒരു തടയണ നിർമ്മിച്ചു കൊടുക്കാൻ അവരാവശ്യപ്പെട്ടു. ഫഖാല ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, ആതൂനി ഖിത്അൽ ഹദീദ്, നിങ്ങൾ കുറച്ച് ഇരുമ്പിന്റെ കഷ്ണങ്ങൾ സംഘടിപ്പിച്ചിട്ട് വാ, അത് കൊണ്ടുവാ. ഫബുനിയ ബിഹ, അങ്ങനെ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ അവരിങ്ങനെ കുറെ ഇരുമ്പുകൾ ഇങ്ങനെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഫബുനിയ ബിഹ, അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു, അതുകൊണ്ട് പടവ് നിർമ്മിക്കപ്പെട്ടു, എന്താ പറയാ, പടുത്തു, അതുകൊണ്ട് പിന്നെ ഒരു മതിലുണ്ടാക്കി കേട്ടോ, അതുകൊണ്ട് ഒരു മതിൽ നിർമ്മിച്ചു. ഹത്താ ഇദാ സാവ ജാനിബൈൽ ജബലൈനി, അങ്ങനെ അത് രണ്ട് മലകളുണ്ട്, ആ രണ്ട് മലകളുടെയും ഇടയിൽ എന്ത് ചെയ്യാണ്, തുല്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഇരുമ്പ് കൊണ്ടുള്ള രണ്ട് മലകളുടെ ഇടയിൽ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ പടുത്ത് എന്ത് ചെയ്തു, അത് ഒരു മതിൽ അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ രണ്ട് മലയുടെയും ഭാഗത്തേക്ക് തുല്യമായിട്ട് എത്തിച്ചേർന്നപ്പം ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, ഉംഫുഹു, നിങ്ങള് ഊതു എന്ന് പറഞ്ഞു. എന്തൂതാന്? അവര് അതിന്റെ ചൂട്ടിൽ തീ കത്തിച്ചുകൊണ്ട് ധാരാളമായിട്ട് എല്ലാവരും തീ ആളി കത്തിച്ചു, ഊതി. ഫനഫഹു, അവരെല്ലാരും കൂടി ഊതിയപ്പം ഫസാറൽ ഹദീദു കന്നാർ, ഈ ഇരുമ്പ് പഴുത്ത് എന്തായി, നാറ് പോലെയായി തീർന്നു, തീ പോലെയായി തീർന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആതൂനി, കൊണ്ടുവാ. എന്താ കൊണ്ടുവരേണ്ടത്? ഖിത്ര കൊണ്ടുവരേണ്ടത്. അതവിടെ പറഞ്ഞിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത്ര. ഓക്കെ, അപ്പം ഖിത്തർ കൊണ്ടുവാ. ഉഫ്രിഗ് അലൈഹി, ആ ഖിത്തറിനെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കട്ടെ, ഈ ഹദീദിന്റെ മുകളിലേക്ക് ഒഴിക്കട്ടെ എന്നാണ്. അവിടെയാണ് എന്ത്, അലൈഹി എന്ന് പറഞ്ഞാൽ ആ ഹദീദാണ് ഉദ്ദേശിക്കുന്നത്. ആ ഹദീദിന്റെ മേലേക്ക് ഞാൻ ഒഴിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് പ്രകാരം ഉഫ്രിഗ്ഹു അലൈഹി എന്ന് പറയണം. ഉഫ്രിഗ്ഹു അലൈഹി, ആ ഖിത്തറിനെ ഞാൻ ഒഴിക്കട്ടെ അതിന്റെ മുകളിൽ, ഈ നാറിന്റെ മുകളിൽ. അപ്പോൾ ആതൂനി ഉഫ്രിഗ് അലൈഹി ഖിത്ര, നിങ്ങൾ ഖിത്തർ കൊണ്ടുവരൂ, ഞാൻ അതിന്റെ മുകളിലേക്ക് ഒഴിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പം ആ അലൈഹിന്റെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് പറയാനാണ് ഇപ്പൊ ഈ പാരഗ്രാഫ് വായിച്ചത്. അപ്പൊ ബാക്കി ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഫാഫറഖൻ നുഹാസൽ മുദാബ, അങ്ങനെ അദ്ദേഹം ഉരുകിയ ചെമ്പ് അല്ലെങ്കിൽ ഉരുകിയ ഈയം, ഉരുകിയ ചെമ്പ് അദ്ദേഹം ഒഴിച്ചു, അലൽ ഹദീദി, ഹദീദിന്റെ മുകളിലേക്ക് ഒഴിച്ചു. മുമ്പൊരു പരീക്ഷക്ക് എന്ന് പറഞ്ഞാൽ 2024 നടന്ന പരീക്ഷക്കാണെന്നാണ് എന്റെ ഓർമ്മ. വീണ്ടും ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യം അല്ലേ. 2024 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട്, കുറച്ചും കൂടെ നല്ല ടോപ്പ് പ്ലസ് ഒക്കെ കിട്ടാനുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു തോന്നുന്നുണ്ട്. ഏതായാലും അപ്പൊ അതില് പിന്നെ ഖിത്തർ എന്ന് തന്നിട്ട് അതിന്റെ അർത്ഥം അറബിയിൽ എഴുതാൻ പറഞ്ഞിരുന്നു. അപ്പൊ എഴുതേണ്ട അർത്ഥം എന്താണ്? നുഹാസുൽ മുദാബ് എന്നാണ് എഴുതേണ്ടത്. അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ നേരെ ഇതിന്റെ അർത്ഥമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല തന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, നുഹാസിനെ, ഉരുകിയ, അൽ മുദാബ് എന്ന് പറഞ്ഞാൽ ഉരുകിയ ചെമ്പിനെ അദ്ദേഹം ഒഴിച്ചു, അലൽ ഹദീദി, എന്തിന്റെ മുകളിൽ ഒഴിച്ചു? ഇരുമ്പിന്റെ മുകളിൽ വെച്ചു. അപ്പൊ ഈ ഉരുകിയ ചെമ്പാണ് എന്ത്, ഖിത്ർ എന്ന് പറയുന്നത്. അതിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇരുമ്പിന്റെ മുകളിൽ ഒഴിച്ചു. സാറഷയം വാഹിദ, അങ്ങനെ അത് ഒരു ഒറ്റ വസ്തുവായിട്ട് മാറി. ആ മതില് മൊത്തത്തിൽ അത് അതിന്റെ മുകളിലേക്ക് ഒഴിച്ച്, അപ്പൊ ഇരുമ്പും ഈ പറഞ്ഞ പിന്നെ ഉരുകിയ ചെമ്പ് എന്ന് പറയുന്ന സംഭവം, ആ ഖിത്ർ എന്ന് പറയുന്ന സംഭവം, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പം അതൊരു വളരെ വളരെ എന്താണ്, ദൃഢമായ, വളരെ ബലവത്തായ ഒരു പിന്നെ മിക്സ്ചറായിട്ട് മാറുകയും അങ്ങനെ അത് തകർക്കാൻ പറ്റാത്തൊരു മതിലായി രൂപപ്പെടുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇനി നമ്മളെ വിഷയത്തിലേക്ക് പോവാം, നമ്മുടെ ഈ ഉദാഹരണത്തിലേക്ക് പോവാം. സ്ക്രീനിലേക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ, അല്ലെ ടെക്സ്റ്റിൽ നോക്കിയാലും മതി. തദ്രീബാത്തിൽ ഞാൻ ഈ എഴുതിയ സാധനം തന്നെ തദ്രീബാത്തിലും കാണാം. ആ തൂനി ഉഫ്രിഗ് അലൈഹി ഖിത്ര, ആ തൂനി നിങ്ങൾ കൊണ്ടുവാ, എന്ത്, ഖിത്തർ. ഇതിന്റെ മഫൂലാണിത്. ഉഫ്രിഗ്ഹു അലൈഹി എന്ന് പറയണം അല്ലെ, വേണമെങ്കിൽ ഉഫ്രിഗ് അലൈഹി, ഇതിന്റെ മേലേക്ക് ഞാൻ ഒഴിക്കട്ടെ, എന്തിനെ, ഖിത്തറിനെ. ഈ ഉഫ്രിഗിൻ്റെത് മഫൂലും എന്തെന്നെ, ഖിത്തർ തന്നെ. ഇവർക്ക് രണ്ടാക്കും, ആതൂനിക്കും മുഫ്രിദിനും രണ്ടാക്കും കൂടെ ഇവിടെ ആകെയുള്ളത് ആരാണ്? ഖിത്തർ എന്ന് പറയുന്ന ഒറ്റ മഫൂലാണ്. അപ്പൊ ആ മഫൂലിന് വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിൽ തല്ലുമ്പോൾ നമ്മൾ രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിച്ചാൽ, ഇത് രണ്ടാമത്തേന് കൊടുത്താൽ ഒന്നാമത്തേതിൽ നസ്ബാണ് വേണ്ടത്, മഫൂലാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, അടയാളമൊന്നും കൊടുക്കൂല. പടച്ചോൻ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പടച്ചോൻ രണ്ടാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തേതിൽ നമ്മൾ എന്ത് കാണാത്തത്, അടയാളമൊന്നും, ഈ ഇതിന്റെ ദമീറുകളൊന്നും കാണാത്തത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇവിടെ വേറെ എന്തെങ്കിലും വേണ്ടിയിരുന്നെങ്കിൽ, ഫായിലിന്റെ ദമീറ വേണ്ടിയിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കിയാൽ ലറബ വാക്രമ സൈദുൻ അംറൻ. ഇത് ഞാൻ ഈ ഉദാഹരണത്തെയാണ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞത് ആക്കിയത് ഇവിടെ ഒരു അർത്ഥത്തിലൊരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ലറബ അടിച്ചു, അക്രമ ആദരിക്കുകയും ചെയ്തു. അടിക്കുകയും ആദരിക്കുകയും ചെയ്തു സെയ്ദ് അംറിനെ. ഇവർക്ക് രണ്ടാക്കും കൂടെ ഉള്ളതാണ് ഇത് രണ്ടും. അപ്പം ഇതിലെന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നാമത്തേതിനെ അമൽ ചെയ്യിപ്പിച്ചാൽ ഇവിടെ നമ്മൾ ദമീർ കൊടുക്കും. പക്ഷെ രണ്ടാമത്തേനെയാണ് നമ്മൾ അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നസ്ബിന്റെ ദമീർ കൊടുക്കാൻ പറ്റില്ല, റഫിന്റെ ദമീറേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നസ്ബിന്റെ ദമീർ ഇവിടെ നമ്മളിങ്ങനെ ഇത് ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചിട്ടും രണ്ടാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചിട്ടും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചാൽ അക്രമഹു സെയ്ദുൻ അംറൻ എന്ന് വരും. രണ്ടാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. കാരണം ഇവിടെ വേണ്ടത് നസ്ബിന്റെ ദമീറാണ്, ലറബഹു എന്നാണ് വേണ്ടിയിരുന്നത്. പക്ഷെ നസ്ബിന്റെ ദമീർ ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കൂല. ഇനി നോക്കിയേ, കമാ സ്വല്ലൈത വബാറക്ത വറഹിംത അലാ ഇബ്രാഹിം. സ്വല്ലൈത, ബാറക്ത, റഹിംത 3 ഫീലുകളാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ആകെയുള്ളത് അലാ ഇബ്രാഹിം എന്നുള്ളൊരു മജ്റൂറുമാണ്. എല്ലാവർക്കും കൂടെ ആകെയുള്ളത് ഈ അലാ ഇബ്രാഹിമാണ്. അപ്പൊ ഇവിടെ സ്വല്ലൈത അലൈഹി, ബാറക്ത അലൈഹി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ പറയണമായിരുന്നു. കാരണം ഇവർക്കൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ മജ്റൂർ. പക്ഷേ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഈ റഹിംതക്ക് നമ്മൾ അമൽ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ആ ശേഷം വരുന്നതിലേക്ക് മടങ്ങുന്ന ലമീർ കൊണ്ട് നമുക്ക് ലമീർ കൊടുക്കാൻ കഴിയില്ല. അതേസമയം കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് പറഞ്ഞതിന് ശേഷം ബാറക്ത അലൈഹി, റഹിംത അലൈഹി എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല സെന്റൻസ് ആണ്, ഒരു കുഴപ്പമില്ല. ഇതെന്തെങ്കിലും തെറ്റുണ്ടെന്നല്ല, ഇങ്ങനെയും അറബിയിൽ ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മജ്റൂറിന്റെ ലമീറുകൾ കൊടുക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ നമുക്ക് പ്രശ്നം. ഇവിടെ നോക്കിയാൽ തുസബ്ബിഹൂന, ഇവിടെ തുസബ്ബിഹൂനക്ക് പകരം ചില ടെക്സ്റ്റിൽ യുസബ്ബിഹൂന എന്നൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമില്ല. അവര് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. തസ്ബീഹ് ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു. ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം 33 തവണ. ഈ ദുബറ കുല്ലി സ്വലാത്തിൻ 33 എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഇതൊക്കെ ഈ തുക്കബീറൂനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇവർക്ക് പിന്നെ വേണ്ടത് നസ്ബിന്റെ എന്തെങ്കിലും ലമീറുകളൊക്കെ വേണ്ടത്, അതൊന്നും നമ്മൾ കൊടുക്കൂല. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ആ പാഠത്തിന്റെ പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിന്റെ വിശദീകരണം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ നോക്കി വായിക്കാം. നിങ്ങളിപ്പോ ടെക്സ്റ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പാരഗ്രാഫ് വായിച്ച അർത്ഥം പറഞ്ഞു. ഒഫി ആഖിരി ഹാദിഹിൽ ഖിസ്സത്തി, ഈ കഥയുടെ അവസാനത്തിൽ ഉണ്ട് ഇസ്മുൻ മുലവ്വനുൻ, ഒരു നിറം കൊടുത്ത ഇസ്മുണ്ട്. വഹുവ ഖിത്ര, അത് ഖിത്ര എന്ന ഇസ്മാണ്. ഖബ്ലഹു ഫിഅലാനി, ആ ഇസ്മിന്റെ മുമ്പ് 2 ഫീലുകളുണ്ട്. അതൂനി ഉഫ്രിഖ്, 2 ഫീലുകളുണ്ട്. തനാസഅ, അവർ തമ്മിൽ തല്ലുകൂടുന്നു. ഫിൽ അമലി ഫീ ഖിത്റിൻ, ഖിത്റൻ എന്ന വാക്കിന്റെ അകത്ത് അമൽ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി അവർ രണ്ടുപേരും തർക്കിക്കുന്നു. യുഖാലു ലിഹാദൽ ബാബ്, നഹ്വിലെ ഈ ഒരു കാറ്റഗറിക്ക് പറയുന്ന പേരാണ് ബാബു തനാസുഅ്, തനാസുഇനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച എന്ന് പറയുന്നത്. വലാബിതുഹു, ഈ തനാസുഇന്റെ ഒരു കൃത്യമായ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ അതിന്റെ കൃത്യമായ നിർവചനം അയ്യതഖദ്ദമ ആമിലാനി ഫഅക്സറ, 2 അതിലധികമോ ആമിലുകൾ ആദ്യം വരും. വയതഅഖറ മഅമൂലുൻ ഫഅക്സറ, എന്നിട്ട് 1 അതിലധികമോ മഅമൂലുകൾ ശേഷം വരും. ഒരു മഅമൂൽ വന്നാൽ തന്നെ 2 തല്ലിടാനുള്ളതായല്ലോ. ഇനി അതിൽ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. 1 അതിലധികമോ മഅമൂലുകൾ ശേഷം വരും. മഅ കൗനി കുല്ലി മിനൽ മുതഖദ്ദിമി ത്വാലിബൻ ലിദാലിക്കൽ മുതഅഖിരി, ഈ മുന്തി വന്ന ഓരോരുത്തർക്കും പിന്തി വന്ന ഓരോരുത്തരെയും ആവശ്യമുണ്ടാവലോടുകൂടി. പിന്തി വന്ന ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ തന്നെ 2 ആവശ്യം ഉണ്ടായാൽ പ്രശ്നമായി. അപ്പൊ അതാണ് ത്വാലിബൻ ലിദാലിക്കൽ മുതഅഖിരി എന്ന് പറഞ്ഞാൽ ആ ശേഷം വന്നതിനെ 2 ആൾക്കും ആവശ്യമുണ്ട്. അങ്ങനെ വരലോടുകൂടി 2 ആമിലുകൾ മുന്തി വരികയും 1 അതിലധികമോ മഅമൂലുകൾ ശേഷം വരികയും ചെയ്യുക എന്നതാണ് തനാസുഅ്. ഫയജൂസു ലക, ഇങ്ങനെ വന്നാൽ നിനക്ക് അനുവദനീയമാണ്. ഇഅ്മാലു അയ്യിൽ ആമിലൈനി അബിൽ അവാമിലി ശിഅത, നീ ഉദ്ദേശിക്കുന്ന ഏത് ആമിലിനെയും നിനക്ക് അമൽ ചെയ്യിപ്പിക്കാം. 2 എണ്ണാണ്, ആ 2-ൽ ഏതിനെയും അമൽ ചെയ്യിപ്പിക്കാം. കുറെ എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ആദ്യം വന്നതിന് അവസാനം വന്നതിന് ഏതിനെ വേണമെങ്കിലും നിനക്ക് അമൽ ചെയ്യിപ്പിക്കാം. വൽ മുഖ്താറു ഇൻദൽ കൂഫിയ്യീന, കൂഫക്കാരായ പണ്ഡിതന്മാരുടെ അടുത്ത് ഈ വിഷയത്തിൽ മുഖ്താറായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം ഇഅ്മാലുൽ അവ്വലി, ഒന്നാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കലാണ് അവർക്കിഷ്ടം. വൽ ബസരീന, ബസറക്കാരുടെ അടുത്ത് മുഖ്താറായ അഭിപ്രായം ഇഅ്മാലു സാനി, രണ്ടാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്നതാണ്. ഖുർആനിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോ ഫൈന അമൽതൽ അവ്വല, ഒന്നാമത്തതിനെയാണ് നീ അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അൽ മർതഫി സാനി കുല്ലമാ യഹ്താജു ഇലൈഹി, രണ്ടാമത്തതിൽ ആവശ്യമുള്ള എല്ലാ ലമീറുകളും ചേർത്ത് കൊടുക്കണം. അത് മിൻ മർഫൂഇൻ മർഫൂ ആവട്ടെ, മൻസൂബിൻ മൻസൂബ് ആവട്ടെ, മജ്റൂറിൻ മജ്റൂർ ആവട്ടെ. മർഫൂഅോ മൻസൂബോ മജ്റൂറായ ഏത് ലമീറാണോ ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കണം. വൈന അമൽത സാനിയ, രണ്ടാമത്തതിനെയാണ് നീ അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഫൈന യഹ്താജൽ അവ്വലു ഇലാ മർഫൂഇൻ അൽ മർതഹു, ഒന്നാമത്തതിന് മർഫൂആയ ലമീർ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫതഖൂലു ഖാമാ വഖഅദ അഖവാക, ഖാമാ എന്നതിൽ മാ എന്നിടത്ത് ലമീർ കൊടുത്തു, അങ്ങനെ പറയാം. ഫൈന യഹ്താജൽ അവ്വലു ഇലാ മജ്റൂരിൻ മൻസൂബിൻ, എന്നാൽ ഒന്നാമത്തത് മജ്റൂറോ മൻസൂബോ ആണ് ആവശ്യമുള്ളത് എങ്കിൽ
ഹദഫ്തഹു, ആ ലമീർ കൊടുക്കരുത്, കളയണം, ലമീർ കളയണം. ഒന്നാമത്തതിൽ ആവശ്യമുള്ള ലമീർ മജ്റൂറിന്റെയോ മൻസൂബിന്റെയോ ലമീർ ആണെങ്കിൽ കളയണം. ലിഅന്ന അഅദൽ ലമീരി ഇലാ മുതഅഖിരിൻ ലഫ്ളൻ വറുത്ബതൻ, കാരണം പദവും പദവിയും പിന്തി വരുന്ന ഒരു സാധനത്തിലേക്ക്, ഒരു ഇസ്മിലേക്ക് ലമീർ മടങ്ങുക എന്നത് ലാ യുഗ്തഫറു, അത് പൊറുക്കപ്പെടാത്ത തെറ്റാണ്. ഇല്ലാ ഫിൽ മർഫൂ, മർഫൂഇന്റെ വിഷയത്തിൽ ഒഴികെ. മർഫൂയിൽ മാത്രമേ അത് പൊറുക്കപ്പെടാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളടത്തൊന്നും പറ്റൂല. അതുകൊണ്ട് മൻസൂബും മജ്റൂറും കൊടുക്കാൻ പാടില്ല. ഫഖുൽത, അപ്പൊ നീ എങ്ങനെ പറയേണ്ടത്? ലറബ്തു വലറബനി അഖവാക എന്ന് പറഞ്ഞാൽ മതി. ലറബ്തു ഹുമാ വലറബനി അഖവാക എന്ന് പറയേണ്ട ആവശ്യമില്ല. മറർത്തു മറബി അഖവാക എന്ന് പറഞ്ഞാൽ മതി. മറർത്തു ബിഹിമ വമറബി അഖവാക എന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല. ദാറ്റ്സ് ഓൾ. ഇൻ അമിലാൻ ഇഖ്തദയ ഫി ഇസ്മിൻ അമൽ, ഒരു രണ്ട് അമലുകൾ ഒരു ഇസ്മിന്റെ അകത്ത് അമൽ ചെയ്യേണ്ടി വന്നാൽ, അവർക്ക് രണ്ടാക്കും ഒരു ഇസ്മിൽ തന്നെ അമൽ ചെയ്യണമെന്ന് തർക്കമുണ്ടായാൽ, ഖബ്ലു മുമ്പുള്ള ഒരു മുമ്പുള്ള രണ്ട് ആമലുകൾ ശേഷമുള്ള ഒരു ഫീലിന്റെ അകത്ത് ഒരു ഇസ്മിന്റെ അകത്ത് അമൽ ചെയ്യുന്ന വിഷയത്തിൽ അമൽ ചെയ്യേണ്ടി വന്നാൽ, ഫലിൽ വാഹിദി മിൻഹുമൽ അമൽ, അതിലേതെങ്കിലും ഒന്നിനെ അമൽ ചെയ്യിപ്പിക്കാം. അത് ഒന്നാമത്തെ ആവാം, രണ്ടാമത്തതാവാം. ഒന്നാമത്തതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തതിൽ ആവശ്യമുള്ള എല്ലാ ലമീറും നമുക്ക് സിമ്പിൾ ആയിട്ട് ചേർക്കാം. പക്ഷെ രണ്ടാമത്തതിനെയാണ് അമൽ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഒന്നാമത്തതിൽ എല്ലാ ലമീറും ചേർക്കാൻ പാടില്ല, മർഫൂന്റെ ലമീറെ ചേർക്കാൻ പാടുള്ളൂ, മൻസൂബും മജ്റൂറും ചേർക്കാൻ പാടില്ല, കളയണം. വളരെ സിമ്പിളായ പാഠാണ്. പക്ഷേ നമുക്ക് കുറച്ച് ബേസിക് നോളജ് ഒക്കെ ഈ ഇറാബിനെ കുറിച്ച്, ഫായില്, മഫൂൽ, റഫ്, നിസ്ബ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ 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 സിമ്പിൾ ആണ്. അതില്ലാത്തത് കൊണ്ടാണ് ഈ പാഠം പലർക്കും പ്രയാസമായിട്ട് മാറുന്നത്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് ഒന്നുകൂടെ കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.